കിളിമാനൂരിൽ മകളെ വിവാഹം ചെയ്ത് നൽകാത്തതിനാൽ പിതാവിനെയും സഹോദരനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. കിളിമാനൂർ സ്വദേശി അനിൽകുമാറിനെയും മകനെയുമാണ് 5-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികൾക്കായി കിളിമാനൂർ പോലീസ് അന്വേഷണം തുടരുന്നു. ഇന്നലെ രാത്രിയാണ് കിളിമാനൂർ സ്വദേശിയായ അനിൽകുമാറിനെയും മകനെയും സുധീഷും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. 2 വർഷം മുമ്പ് പ്രതികളിൽ ഒരാളായ സുധീഷ് മകളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അനിൽകുമാർ ഇതിന് സമ്മതിക്കാഞ്ഞതിനെ തുടർന്നാണ് സുധീഷും മറ്റ് 4 സുഹൃത്തുക്കളും ചേർന്ന് ഇരുവരെയും കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ രാത്രി ജോലിക്കെന്ന് പറഞ്ഞാണ് പ്രതി സുധീഷ് അനിൽകുമാറിനെ വിളിച്ചു വരുത്തിയത്. ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ഹെൽമറ്റ്, ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിവെച്ചും ഭീഷണിപ്പെടുത്തി. പറ്റില്ലേ? 10 മണിയാവാറായപ്പോഴാണ് അച്ഛനെ വിളിച്ചു വരുത്തുന്നത് പണിയുടെ ഇത് നോക്കാനായിട്ട്. രാവിലെ 10 മണിക്ക് വിളിച്ചു വരുത്തിയിട്ട് അച്ഛനങ്ങ് അകത്ത് കയറ്റി പണി നോക്കാനായിട്ട്. അകത്ത് കയറ്റിയപ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് അച്ഛനെ അകത്താക്കി, ആ കൊച്ചു റൂമിലോട്ടാക്കി. പിന്നെ അവിടെ നിന്ന് അടി ഇതൊക്കെ ആയി അച്ഛനെ ഹെൽമെറ്റിനടിച്ച് തലയ്ക്ക് 5-6 അടി അടിച്ചപ്പോഴത്തേക്ക് അച്ഛൻ വീഴുന്നു. പിന്നെ അവിടെ നിന്ന് ഇഴച്ച് അകത്ത് കയറ്റി ചങ്ങല കാലിൽ കെട്ടി, ശേഷം കൈ പിടിച്ചിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അങ്ങനെ കെട്ടി. പിന്നെ കഴുത്തിൽ ഒരുമാതിരി കയറിട്ട് കെട്ടിയിട്ട് വായിലും കെട്ടി. വായിലെല്ലാം ബ്രേക്കിലൊക്കെ വരുന്ന ഒരു മെത്തേക്കുണ്ടല്ലോ, ഒരു ഇരുമ്പ് കമ്പി കണക്കത്തെ അതിട്ട് വായിലിങ്ങനെ കെട്ടിയിട്ടാണ് തോർത്തതിൻ്റെ വണ്ടി കെട്ടിയത്. ഇങ്ങനെ കെട്ടിയിട്ട് അച്ഛൻ കുറച്ചു നേരം അനുഭവിച്ച്. തുടർന്ന് അനിലിന്റെ മകനെയും ഇവിടേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു. വിരലുകളിൽ പ്ലെയർ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു. എന്നെയും പിടിച്ച് ചങ്ങലക്കിട്ട് പൂട്ടൊക്കെ ഇട്ട് കയ്യും പിടിച്ച് കെട്ടി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നിൻ്റെ അമ്മേനെയാണ് കൊണ്ടുവരാളെന്ന് പറഞ്ഞിട്ട് അമ്മേനെ നിങ്ങൾ എങ്ങനെയെങ്കിലും വരുത്തണമെന്ന് പറഞ്ഞു. അതിന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു. നമ്മളൊന്നും പറയാതിരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ കയ്യിലൊരു കൊച്ചേർക്കൻ, അവർക്ക് ക്രിമിനൽ മൈൻഡുള്ളതായിരുന്നു. അവരുടെ പ്ലെയറിനെ ഇങ്ങനെ പിടിക്കുകയും അച്ഛനെ സ്ക്രൂ ഡ്രൈവറിനെ കുത്തുകയൊക്കെ ചെയ്തായിരുന്നു. അമ്മയെയും ഇവിടേക്ക് എത്തിക്കണമെന്ന് മകനോട് ആവശ്യപ്പെട്ടു. ഇതിനായി വീട്ടിലെത്തവെയാണ് ഇവർ പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തിയാണ് അനിൽകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.